ഹലോ ഡിയേഴ്സ്, സ്വാഗതം പുതിയ ഒരു വീഡിയോ ലെക്ചറിലേക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചിനുവ അച്ചീബിയുടെ റെഫ്യൂജി മദർ ആൻഡ് ചൈൽഡ്. വളരെ പ്രശസ്തമായ വിവിധ സിലബസുകൾ പ്രത്യക്ഷപ്പെടാറുള്ള ഒരു കവിതയാണ്. ഒരു നൈജീരിയൻ നോവലിസ്റ്റ്, പോയറ്റ് ആൻഡ് ഷോർട്ട് സ്റ്റോറി റൈറ്റർ ആണ് ചിനുവ അച്ചീബി. അദ്ദേഹത്തിൻ്റെ വളരെ ഫേമസ് ആയ 3 നോവലുകൾ മലയാളത്തിലൊക്കെ ലഭ്യമാണ്. അദ്ദേഹത്തിൻ്റെ വളരെ ചെറിയ, അതേസമയം വളരെ ഹൃദയസ്പർശിയായ, വളരെ ഗംഭീരമായി പ്രസൻറ്റ് ചെയ്യുന്ന ഒരു രചനയാണ് റെഫ്യൂജി മദർ ആൻഡ് ചൈൽഡ്. അഭയാർത്ഥിയായ അമ്മയും കുഞ്ഞും. ഓക്കെ, ഒരു അമ്മയുടെയും കുഞ്ഞിൻ്റെയും ചിത്രത്തെ വളരെ ഹൃദയസ്പർശിയായി എങ്ങനെ അവതരിപ്പിക്കാം എന്ന് ഇദ്ദേഹത്തിൻ്റെ ഈ അവതരണത്തിലൂടെ നമുക്ക് സാധ്യം. ഇനി നമുക്ക് നേരിട്ട് കവിതയിലേക്ക് പോകാം. ലൈൻ ബൈ ലൈനായിട്ട് നോക്കാം. No Madonna and Child could taste that picture of a mother's tenderness. For a son she soon will have to forget. No Madonna and Child could touch. മഡോണ ആൻഡ് ചൈൽഡിന് സ്പർശിക്കാൻ പോലും സാധ്യമല്ല. മഡോണ ആൻഡ് ചൈൽഡ് ആരാണ്? ജീസസ് തൻ്റെ അമ്മയുടെ മടിയിലിരിക്കുന്ന ആ ഒരു ചിത്രം വളരെ ലോകപ്രശസ്തമായൊരു ചിത്രമാണ്. ഒരമ്മയുടെ അഭിമാനത്തെ ഏറ്റവും ഭംഗിയായി ആവിഷ്കരിക്കുന്ന ഗംഭീരമായൊരു ചിത്രമാണ് അതല്ലേ. കന്യാമറിയം തൻ്റെ പ്രിയപ്പെട്ട പുത്രനെ യേശുവിനെ മടിയിൽ വെച്ചിരിക്കുന്ന ചിത്രം. അപ്പോൾ ഈ ലോകത്തിന്, മാനവരാശിക്ക് രക്ഷകനായി വന്ന കുഞ്ഞ്, ആ കുഞ്ഞിൻ്റെ അമ്മയാവുക എന്നത് ഒരു അമ്മയ്ക്ക് അനുഭവിക്കാവുന്ന ഏറ്റവും വലിയ അഭിമാനമാണ്. ആ അഭിമാനത്തെ ചിത്രീകരിക്കുന്ന ഗംഭീരമായൊരു ചിത്രമാണ്, മാതൃത്വത്തിൻ്റെ മഹത്വം വിളിച്ചോടുന്ന ഒരു ചിത്രമാണ് ഈ മഡോണ ആൻഡ് ചൈൽഡ് എന്ന ചിത്രം. ഇവിടെ കവി ഫസ്റ്റ് ലൈനിൽ തന്നെ നോ മഡോണ ആൻഡ് ചൈൽഡ് കുട്ടേഴ്സ്, ആ ചിത്രത്തിന് സ്പർശിക്കുക പോലും സാധ്യമല്ല, അടുത്തെത്താൻ പോലും കഴിയില്ല. എന്തിൻ്റെ? ദാറ്റ് പിക്ചർ ഓഫ് എ മദേഴ്സ് ടെൻഡർനെസ്. ആ ഒരു ചിത്രത്തോട്, ഏത് ചിത്രം? ഓഫ് എ മദേഴ്സ് ടെൻഡർനെസ്, ഒരമ്മയുടെ വാത്സല്യത്തിൻ്റെ, ഒരമ്മയുടെ സ്നേഹത്തിൻ്റെ, ആത്മബന്ധത്തിൻ്റെ ആ ഒരു ചിത്രത്തോട്. എന്തിനോടുള്ള? ഫോർ എ സൺ, ഒരു മകനോടുള്ള. ഷീ സൂൺ വിൽ ഹാവ് ടു ഫെഗറ്റ്, അവൾക്ക് വളരെ പെട്ടെന്ന് തന്നെ മറക്കേണ്ടി വരുന്ന ഒരു മകനോടുള്ള വാത്സല്യം. ആ വാത്സല്യത്തെ കാണിക്കുന്ന ആ ചിത്രം ഉണ്ടല്ലോ, ആ ചിത്രത്തിനടുത്തെത്താൻ മഡോണ ആൻഡ് ചൈൽഡിൻ്റെ ചിത്രത്തിന് പോലും സാധ്യമല്ല. അപ്പോൾ അതിലുള്ളതിനേക്കാൾ മഹത്വവും അതിലുള്ളതിനേക്കാൾ ഗംഭീരവുമായ ഒരു അമ്മയാണ്, അതിലുള്ളതിനേക്കാൾ ശ്രദ്ധേയയായ ഒരു ഈ ചിത്രത്തിലെ അമ്മ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി ആ ചിത്രത്തെ അദ്ദേഹം വിശദീകരിക്കുകയാണ്. എന്താണ് ഒരു റെഫ്യൂജി മദർ ആൻഡ് ചൈൽഡ് അദ്ദേഹം വിശദീകരിക്കുന്ന ഈ ചിത്രത്തിൽ കാണുന്നത്? ദി എയർ വാസ് ഹെവി, അന്തരീക്ഷം, അവിടുത്തെ വായു ഹെവി വിത്ത് ഓഡേഴ്സ് ഓഫ് ഡയറിയ, വയറിളക്കത്തിൻ്റെ ദുർഗന്ധം കൊണ്ട്. ഓഫ് അൺവാഷ്ഡ് ചിൽഡ്രൻ, വൃത്തിയാക്കാത്ത കുട്ടികളുടെ, വയറിളക്കം ബാധിച്ച് കൃത്യമായി വൃത്തിയാക്കിയിട്ടില്ലാത്ത കുട്ടികളുടെ ആ ദുർഗന്ധം കൊണ്ട് അവിടുത്തെ അന്തരീക്ഷം ഹെവിയാണ്. അപ്പോൾ ആ പിക്ചറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പറയാം. വിത്ത് വാഷ്ഡ് ഔട്ട് റിബ്സ്, പിന്നെ ആ കുട്ടികളെക്കുറിച്ച് ബാക്കി വിശദീകരിക്കുകയാണ്. അൺവാഷ്ഡ് ചിൽഡ്രൻ വിത്ത് വാഷ്ഡ് ഔട്ട് റിബ്സ്, അവരുടെ വാരിയെല്ലുകൾ വാഷ്ഡ് ഔട്ട് ആയിരിക്കുന്നു. വാഷ്ഡ് ഔട്ട് എന്ന് വെച്ചാൽ തുടച്ച് എടുത്തതുപോലെയുള്ള വാരിയെല്ലുകൾ, അതായത് എല്ലുകൾ മാത്രമേ കാണുന്നുള്ളൂ, ഇടയിൽ തിങ്ങി നിൽക്കാൻ മാംസമില്ല, എല്ലുകൾ മാത്രം വ്യക്തമായി കാണുന്നു. ആൻഡ് ഡ്രൈഡ് അപ്പ് ബോട്ടംസ്, ഉണങ്ങിയില്ലാണ്ടായിപ്പോയ ബോട്ടംസ്, ആ കുട്ടികളുടെ പ്രത്യേകതയാണ്. അവരുടെ പൃഷ്ഠഭാഗം ഒട്ടും മാംസളമല്ലാതെ ഉണങ്ങിപ്പോയിരിക്കുന്നു, ഡ്രൈഡ് അപ്പ്. സ്ട്രഗ്ലിംഗ് ഇൻ ലാബേർഡ് സ്റ്റെപ്സ്, ആ കുട്ടികൾ അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. എന്തിന്? ഇൻ ലാബേർഡ് സ്റ്റെപ്സ്, വളരെ കഷ്ടപ്പെട്ട് കാലടികൾ വെക്കുവാൻ. ബിഹൈൻഡ് ബ്ലോൺ എംപ്റ്റി ബെലീസ്, കാലിയായ ഗ്യാസ് കൊണ്ട് വീർത്തതുപോലെ, ബലൂൺ വീർപ്പിക്കപ്പെട്ടതുപോലെ വീർത്തു നിൽക്കുന്ന അവരുടെ കാലിയായ വയറുകൾക്ക് പിന്നിൽ കഷ്ടപ്പെട്ട് അടിവെക്കാൻ ശ്രമിക്കുന്ന, അടിവെച്ച് നടക്കാൻ ശ്രമിക്കുന്ന, ഡ്രൈഡപ്പായ ബോട്ടംസുള്ള, വാഷ്ഡ് ഔട്ടായ റിബ്സുള്ള ആ കുട്ടികളുടെ. അപ്പോൾ അവരുടെ സകല സാഹചര്യവും വ്യക്തമാക്കാൻ ആ ഒരൊറ്റ സെൻറ്റൻസ് മാത്രം മതി. ഓഡേഴ്സ് ഓഫ് ഡയറിയ, പിന്നെ അൺവാഷ്ഡ് ചിൽഡ്രൻ വിത്ത് വാഷ്ഡ് ഔട്ട് റിബ്സ്, ഡ്രൈഡ് അപ്പ് ബോട്ടംസ്, സ്ട്രഗ്ലിംഗ് ഇൻ ലാബേർഡ് സ്റ്റെപ്സ്,
ബിഹൈൻഡ് ആ സ്റ്റെപ്പിൻ്റെ അവരുടെ കാലടികൾ അവർ വെക്കാൻ കഷ്ടപ്പെടുന്നു എന്നതിനെ ഇമേജ് ആക്കിയിട്ടാണ് പറയുന്നത്. ബിഹൈൻഡ് ബ്ലോൺ എംപ്റ്റി ബെല്ലീസ്, വീർത്തു നിൽക്കുന്ന കാലിയായ വയറുകൾക്ക് പിന്നിൽ പ്രയാസപ്പെട്ട അടികൾ വെക്കുന്ന, കാലടികൾ വെച്ച് നടന്നുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ. മോസ്റ്റ് മദേഴ്സ് there had long ceased. അവിടെയുള്ള മിക്ക അമ്മമാരും ഹാഡ് ലോങ് സീസ്ഡ്, കുറേ മുമ്പ് തന്നെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്, നിർത്തിയിട്ടുണ്ട്. എന്ത്? ടു കെയർ, കുട്ടികളെ നോക്കൽ നിർത്തിയിട്ടുണ്ട്. കാരണം അവർക്ക് സാധ്യമല്ലാത്തത് കൊണ്ട്. സ്വന്തം മക്കളെ ഒരമ്മ കെയർ ചെയ്യുന്നത് അവസാനിപ്പിച്ചിരിക്കുന്നു. കാരണം അവരുടെ സാഹചര്യം അതിന് അനുവദിക്കുന്നില്ല. പ്രകൃതിയിൽ ഏറ്റവും അവാജ്യമായ, ഏറ്റവും ഗംഭീരമായ ബന്ധമാണ് ഒരമ്മയും മോനും തമ്മിലുള്ള ബന്ധം. പക്ഷേ ഇവിടെയുള്ള ഏറ്റവും കൂടുതൽ അമ്മമാരും തൻ്റെ മക്കളെ കെയർ ചെയ്യുന്നത് നിർത്തിയിരിക്കുന്നു. അവരുടെ സാഹചര്യം അത്രമേൽ മോശമായിരിക്കുന്നു. ബട്ട് നോട്ട് ദിസ് വൺ, ഈ അമ്മ ഇപ്പോഴും കെയർ ചെയ്യുകയാണ്. അതാണ് ഈ അമ്മയുടെ പ്രത്യേകത. അങ്ങനെ തകർന്നു പോയ ഒരു സാഹചര്യത്തിൽ മിക്ക അമ്മമാരും സ്വന്തം മക്കളെ കെയർ ചെയ്യുന്നത് പോലും നിർത്തിയിരിക്കുന്ന, അത്രയും ദുഃഖകരമായ ആ ഒരു ദശയിൽ പോലും, ആ ഒരു സമയത്ത് പോലും ഈ അമ്മ തൻ്റെ മോനെ കെയർ ചെയ്യുകയാണ്. നമ്മുടെ ചിത്രത്തിൽ കവി വരച്ച് കാണിക്കുന്ന അമ്മ. പിന്നെയോ, ഷീ ഹെൽഡ് എ ഗോഡ് സ്മൈൽ ബിറ്റ്വീൻ ഹെർ ടീത്ത്. അവൾ തൻ്റെ പല്ലുകൾക്കിടയിൽ ഒരു ഭയാനകമായ ചിരി ഒളിപ്പിച്ചു വെച്ചതുപോലെയുണ്ട്. ആൻഡ് ഇൻ ഹർ ഐസ് ദ ഗോസ്റ്റ് ഓഫ് എ മദേഴ്സ് പ്രൈഡ്. ഒരമ്മയുടെ അഭിമാനത്തിൻ്റെ പ്രേതരൂപം അവരുടെ കണ്ണുകളിൽ കാണുന്നത് പോലെയുണ്ട്. അവരുടെ പല്ലുകൾക്കിടയിൽ ഒരു ഗോസ്റ്റ് സ്മൈൽ, ഒരു പ്രേതച്ചിരി, ഒരു ചിരി, ഭയാനകമായൊരു ചിരി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അവരുടെ കണ്ണുകളിലാവട്ടെ കാണുന്നത് അഭിമാനിതയായ ഒരമ്മയല്ല. ഏതുപോലെ മഡോണ ആൻഡ് ചൈൽഡിലേതുപോലെ അഭിമാനം, അമ്മയുടെ പ്രൈഡ്നെസ് അല്ല അവരുടെ കണ്ണുകളിലുള്ളത്. അതേസമയം ഒരമ്മയുടെ അഭിമാനത്തിൻ്റെ പ്രേതമാകുന്നു. അമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനെ കെയർ ചെയ്യാൻ പോലും, തൻ്റെ കുഞ്ഞിനെ കെയർ ചെയ്യുക എന്നതാണ് ഒരമ്മയുടെ അഭിമാനം. പക്ഷേ ഇവിടെ അമ്മയുടെ അഭിമാനം മരണപ്പെട്ടു പോയിരിക്കുന്നു. അതിൻ്റെ ഗോസ്റ്റാണ് ഇപ്പോൾ അവരുടെ കണ്ണുകളിൽ കാണുന്നത്. ആസ് ഷീ കോംഡ് ദ റസ്റ്റ് കളേർഡ് ഹെയർ ലെഫ്റ്റ് ഓൺ ഹിസ് സ്കൾ. അവൻ്റെ തലയോട്ടിയിൽ അവശേഷിച്ചിട്ടുള്ള ആ ഉത്സാഹമില്ലാതെ റെസ്റ്റായി നുരുമ്പിച്ചതുപോലെ കളറ് വന്നു പോയ ആ മുടിയിഴകളെ അവൾ പതിയെ മാടി ഒതുക്കുകയാണ്, കൈകൊണ്ടിങ്ങനെ വഴിഞ്ഞൊതുക്കുകയാണ്. അങ്ങനെ ദെൻ ബിഗാൻ കെയർഫുള്ളി ടു പാർട്ട് ഇറ്റ്. ആ മുടിയിഴകളെ വളരെ ശ്രദ്ധാപൂർവം അങ്ങോട്ടും ഇങ്ങോട്ടും വഴിഞ്ഞിടാൻ ശ്രമിക്കുന്നു. എങ്ങനെ? സിംഗിങ് ഇൻ ഹെർ ഐസ്. അത് ഹൈഫണിലാണ് കൊടുത്തിരിക്കുന്നത്. സിംഗിങ് ഇൻ ഹെർ ഐസ്, തൻ്റെ കണ്ണുകളിൽ ഒരു പാട്ട് മൂളിക്കൊണ്ട്. ആ അമ്മയ്ക്ക് തൻ്റെ ചുണ്ടുകളിൽ ഒരിക്കലും പാട്ട് വിടരില്ല. പക്ഷെ തൻ്റെ കണ്ണുകളിൽ ഒരു പാട്ട് മൂളുന്നത് പോലെ അവൾ ആ കുഞ്ഞിൻ്റെ മുടിയിഴകളെ രണ്ട് വശങ്ങളിലേക്ക് പാട്ട് ചെയ്തിടുന്നു. ഇനി ഈ ഒരു സിറ്റുവേഷനെ കുറിച്ച് വളരെ ഒന്നുകൂടെ എഫക്റ്റീവ് ആക്കാൻ വേണ്ടി ആ കവി പറയാണ്, ഇൻ അനദർ ലൈഫ്, മറ്റൊരു ജീവിതത്തിൽ ദിസ് വുഡ് ഹാവ് ബീൻ എ ലിറ്റിൽ ഡെയിലി ആക്ട്. ഇത് വളരെ സാധാരണമായ ഒരു ചെറിയ ദൈനംദിന പ്രവൃത്തിയാണ്, ഒരു അമ്മ ചെയ്യുന്ന ദൈനംദിന പ്രവൃത്തിയാണ്. ഓഫ് നോ കോൺസിക്വൻസ് ബിഫോർ ഹിസ് ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് സ്കൂൾ. വലിയ പ്രാധാന്യമൊന്നും ഇല്ലാത്ത വളരെ സാധാരണമായൊരു പ്രക്രിയയാണ്. ബിഫോർ ഹിസ് ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് സ്കൂൾ, അവൻ്റെ പ്രഭാത ഭക്ഷണത്തിനും സ്കൂളിനും മുമ്പ് അമ്മ ചെയ്തു കൊടുക്കുന്ന. അപ്പോൾ ഒരു വീട്ടിൽ സാധാരണഗതിയിൽ ഇത് വളരെ ചെറിയ പ്രാധാന്യമില്ലാത്ത ഒരു ആക്റ്റാണ്. ഇവിടെ ഒരമ്മ തൻ്റെ മോനെ സ്കൂൾ അയക്കുന്നതിന് മുമ്പ്, ഭക്ഷണം കൊടുക്കുന്നതിന് മുമ്പ് മുടി മാടി ഒതുക്കുക എന്നത് വളരെ സാധാരണമായ ഒരു ആക്ടിവിറ്റിയാണ്. അതേപോലെയാണ് ഇവിടെയും ഈ അമ്മ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ എന്താണ് ഈ ചിത്രത്തിൻ്റെ ഏറ്റവും ഭീകരമായൊരവസ്ഥ നമ്മുടെ മനസ്സിലേക്ക്, വായനക്കാരൻ്റെ മനസ്സിലേക്ക് ഇരമ്പിക്കയറുന്ന ഒരു ചിത്രത്തിലാണ് അദ്ദേഹം അത് അവസാനിപ്പിക്കുന്നത്. പക്ഷേ ആ ഒരു ആക്ടിവിറ്റി ഇവിടെ ഏതുപോലെയാണ് തോന്നുന്നത്? നൗ, ഇപ്പോൾ, ഷീ ഡിഡ് ഇറ്റ്, അവൾ അത് ചെയ്യുന്നത് ലൈക്ക് പുഡിങ് ഫ്ലവേഴ്സ് ഓൺ എ ടൈനി ഗ്രൈവ്. ഒരു കൊച്ചു ശവകുടീരത്തിനു മുകളിൽ, തൻ്റെ കുഞ്ഞിൻ്റെ ശവകുടീരത്തിനു മുകളിൽ പൂക്കളിടുന്നത് പോലെയാണ് ഈ അമ്മ
തൻ്റെ മരിച്ചു പോവാനായ ഇതാ അടുത്ത നിമിഷത്തിൽ തനിക്ക് മറക്കേണ്ടി വരുന്ന ഫസ്റ്റ് മൂന്നാമത്തെ ലൈനിൽ പറഞ്ഞ പോലെ അവൾക്ക് അധികം വൈകാതെ മറക്കേണ്ടി വരുന്ന ആ കുഞ്ഞിൻ്റെ മുടിയിഴകളെ തലോടി ആ മുടിയിഴകളെ 2 വശങ്ങളിലേക്ക് മാടി ഒതുക്കുന്നത് തൻ്റെ കുഞ്ഞിൻ്റെ ശവകുടീരത്തിൽ പൂക്കളിടുന്നതിന് സമാനമാണ് എന്ന് കവി ആ ചിത്രത്തെ നോക്കി വായനക്കാരനോട് പറയുകയാണ്. അപ്പോൾ പ്രപഞ്ചത്തിൽ ഏറ്റവും അവാച്യമായ സ്നേഹബന്ധത്തെ ഏറ്റവും മികച്ച അമ്മയുടെ പ്രൈഡിനെ കുറിച്ച് പറയുന്ന ഏറ്റവും ഗംഭീരമായൊരു ചിത്രവുമായി കമ്പയർ ചെയ്ത് ഈ അമ്മയ്ക്ക് പോലും മഡോണ ആൻഡ് ചൈൽഡിലെ അമ്മയ്ക്കും പോലും ഈ ചിത്രത്തിലെ അമ്മയുടെ ടെൻഡർനെസ്സിനെ അടുത്തെത്താൻ കഴിയില്ല, ഈ അമ്മ ഒരു മഹാത്ഭുതം തന്നെ എന്ന് പറയുകയും നമ്മുടെ വായനക്കാരൻ്റെ മനസ്സിനെ റെഫ്യൂജി മദർ ആൻഡ് ചൈൽഡ് അവരുടെ അവസ്ഥയിലേക്ക് വളരെ ലളിതമായി വളരെ സ്ട്രോങ് ആയി കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്യുന്ന ഗംഭീരമായൊരു കവിതയാണ് റെഫ്യൂജി മദർ ആൻഡ് ചൈൽഡ്. പുതിയ മറ്റ് കവിതകളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ.